അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം ഭാർഗവ ഗർവ ശമനം. അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ, കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരദനിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാടവാത്സരം സമൻ. ക്രുദ്ധനായി പരശുബാണാസനങ്ങളും കൊണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണ് നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീരാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാര്യാണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജപദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്തയാ പിതൃഗണ തർപ്പണവും ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേ. കാൽ തളരിണ തവ ശരണം മമ വിഭോ. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, കാൽ തളരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാഹ്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് ഉണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും. സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിത്, എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും. ചിന്ത പൂണ്ട് ഉഴന്നിതു താപസവരന്മാരും. പങ്ക്തിസഞ്ജനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ട് സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. മുഗ്ധഭാവവും പൂണ്ട് രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിടും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോനിധേ.
സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ? അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ദശരഥന്റെ വാക്ക് വിലവയ്ക്കാതെ തികഞ്ഞ കോപത്തോടെ തീനാളം ഉയരുംവണ്ണമായിരുന്നു പരശുരാമന്റെ ഉത്തരം. അതാവട്ടെ ശ്രീരാമനോട്. അന്നേരം ഉച്ചസൂര്യന്റെ ഉഗ്രതയോടെ വെട്ടിത്തിളങ്ങുകയായിരുന്നു ആ മുഖം. ആ അഹന്ത വാക്കിൽ തട്ടി വരുന്നത് സൂക്ഷിക്കുക. 3 ലോകത്തിലും ഞാനല്ലാതെ വേറൊരു രാമനോ? മനുഷ്യനായി ജനിച്ച നിനക്ക് ക്ഷത്രിയവീര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കുക എന്നോട് എതിരിടാൻ. മഹാവില്ലാളിയാണ് നീ എന്നാണല്ലോ പ്രശസ്തി. ശൈവചാപം നീ മുറിക്കുകയും ചെയ്തു. ഞാൻ ക്ഷത്രിയവംശം നശിപ്പിക്കുന്നവനാണെന്നാണെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾ എൻ്റെ ശത്രുക്കളാണ്.